ഹരി ഓം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാ. ഓം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 5-ാം ശ്ലോകം വരെയുള്ളത് മുഴുവൻ കണ്ടു. ഇന്ന് നമുക്കിനി 6-ാമത്തെ ശ്ലോകം തുടങ്ങാം. അതില് ആദ്യത്തെ നാമം അപ്രമേയ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നാമമാണ്. വളരെയധികം അർത്ഥമുള്ള ഒരു നാമമാണ്. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ ആ ഒരു നാമം മാത്രമേ എടുക്കാൻ സമയമുണ്ടാവുള്ളൂ. അപ്പൊ ശ്ലോകം ഇതാണ്: അപ്രമേയോ ഋഷികേശഃ പത്മനാഭോമരപ്രഭുഃ വിശ്വകർമാ മനുസ്ത്വഷ്ടാ സ്തവിഷ്ടസ്തവിരോ ധ്രുവഃ. ഇതിലെ അപ്രമേയ എന്നുള്ള വാക്കാണ് നമ്മൾ കാണുന്നത്. ആ വാക്കിന്റെ ലഘുവായിട്ടുള്ള അർത്ഥം ഒരു വസ്തുവായി അറിയാൻ സാധിക്കാത്തവൻ, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്ലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തവൻ. ഒരു ഒബ്ജക്റ്റ് ആയിട്ട് നമുക്ക് ഇതാണ് ആത്മാവ് അല്ലെങ്കിൽ ഇതാണ് ഭഗവാൻ എന്ന് പറഞ്ഞ് കാണിക്കാൻ പറ്റാത്ത ഒന്നിനെയാണ് അപ്രമേയ എന്ന് പറയുന്നത്. ഇതിന് വളരെയധികം അർത്ഥമുള്ളതുകൊണ്ട് ശങ്കരാചാര്യനെ വലിയൊരു ഭാഷ്യമാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് തൽക്കാലം ആ സംസ്കൃതം ഇത് വായിക്കണമെന്ന് തോന്നുന്നില്ല. അത് കാരണം വേണ്ടവർക്ക് ഇതിൽ പോയിട്ട് വായിക്കാം. നമുക്കതിൻ്റെ അർത്ഥം പറയാം. ശബ്ദാദിരഹിതൻ ആകയാൽ ഭഗവാൻ പ്രത്യക്ഷ പ്രമാണത്തിന് വിധേയനല്ല. ഹേതു അല്ലാത്തതിനാൽ അനുമാനത്തിന് ഗമ്യനല്ല. അനുമാനത്തിനും കൊണ്ടും അറിയാൻ പറ്റില്ല. ഭാഗങ്ങളൊന്നുമില്ലാത്തതിനാൽ സാദൃശ്യരഹിതനായ ഉപമാനം കൊണ്ടും അറിയാൻ പറ്റില്ല. പിന്നെ ഭഗവാനല്ലാതെ പ്രതിപാദ്യ വിഷയമായിട്ടൊന്നുമില്ലാത്തതിനാൽ അർത്ഥാപത്തി പ്രമാണത്താലും അറിയപ്പെടുന്നില്ല. ഇതൊക്കെ നമ്മൾ പറയും, വിശദമാക്കാം. എന്താണ് ഈ പ്രത്യക്ഷം, എന്താണ് അനുമാനം, അർത്ഥാപത്തി, ഉപമാനം എന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണും. ഇപ്പൊ ജസ്റ്റ് ആചാര്യസ്വാമികൾ എന്താ എഴുതിയിരിക്കുന്നതെന്ന് വായിക്കുക മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. പിന്നെ ഭാവനാരൂപനാകയാലും അഭാവത്തിൻ്റെയും സാക്ഷിയാകയാലും അഭാവരൂപമായ 6-ാമത്തെ പ്രമാണവും അദ്ദേഹത്തെ അറിയാൻ സഹായിക്കില്ല. അതുപോലെ തന്നെ പ്രമാണജന്യമായ അതിശയങ്ങൾ ഇല്ലാത്തതിനാൽ ശാസ്ത്ര പ്രമാണത്താലും അറിയപ്പെടുന്നില്ല. അങ്ങനെ വരുമ്പോൾ ബ്രഹ്മസൂത്രത്തിൽ ഇതിനെ ശാസ്ത്ര യോനിത്വം എന്ന് പറഞ്ഞിരിക്കുന്നുണ്ടല്ലോ. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പ്രമാണങ്ങളുടെയും സാക്ഷിയായ ഭഗവാൻ പ്രകാശരൂപനും പ്രപഞ്ചത്തെ അനാത്മരൂപത്തിൽ പ്രകടിപ്പിക്കുന്നവനും ആകയാൽ ശാസ്ത്ര പ്രമാണത്തോടു കൂടിയവനാകും. ഇതാണ് ശങ്കരാചാര്യർ എഴുതിയിരിക്കുന്നത്. ഇനി ഇതുകൂടാതെ കുറച്ച് ഉദാഹരണങ്ങളും കുറച്ച് ഉപനിഷത്തുകളിൽ നിന്നുള്ള കൊട്ടേഷനും ഒക്കെ ഉണ്ട്. അത് നമ്മൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. നമുക്കിപ്പം ആദ്യമായിട്ട് ഈ പ്രമാണങ്ങൾ എന്താണെന്ന് നോക്കാം. ആദ്യം അപ്രമേയം എന്ന് പറഞ്ഞാൽ ഒരു പ്രമാണം കൊണ്ടും അറിയാൻ സാധിക്കാത്തത് നമ്മൾ കണ്ടു. ഇതൊരു ടെക്നിക്കൽ വേർഡാണ്. നമ്മൾ കണ്ടിട്ടുണ്ട് ടെക്നിക്കൽ വേർഡ് എന്താണ് എന്ന്. നമ്മൾ ഇതിൻ്റെ തുടക്കത്തിലുള്ള ഇതിൽ തന്നെ കണ്ടു. പിന്നെ തത്വബോധം വായിച്ചപ്പോൾ അതിനകത്തും പല ടെക്നിക്കൽ വേർഡ്സും നമ്മൾ കണ്ടു. അതുപോലെ ഒരു ടെക്നിക്കൽ ടേമാണ് അപ്രമേയം എന്ന് പറയുന്നത്. സംസ്കൃതത്തിൽ എല്ലാ അറിവിനെയും പ്രമ എന്നാണ് പറയുന്നത്. പ്രമാദ എന്നാൽ അറിയുന്നവൻ അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കുന്നവൻ. പ്രമേയം എന്ന് പറയുന്ന അറിവിന്റെ വിഷയം. എന്തിനെക്കുറിച്ചാണോ നമ്മൾ അറിയുന്നത് ആ അറിവിന്റെ വിഷയത്തിനെയാണ് പ്രമേയം എന്ന് പറയുന്നത്. നമ്മളെ സാധാരണ മലയാളത്തിലും നമ്മൾ പ്രമേയം യൂസ് ചെയ്യുന്നതാണല്ലോ. അറിവിന്റെ മാർഗങ്ങളെയാണ് പ്രമാണം എന്ന് പറയുന്നത്. അതായത് ഏത് ഉപകരണം ഉപയോഗിച്ചാണോ അല്ലെങ്കിൽ എന്തിനെ ബേസ് ചെയ്താണോ നമ്മൾ ഈ അറിയുന്നത് അതിനെയാണ് പ്രമാണം എന്ന് പറയുന്നത്. നമുക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ ഒരു പ്രമാണം ഇല്ലാതെ പറ്റില്ല. അപ്രമേയം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു പ്രമാണം വഴിയും അറിയാൻ പറ്റാത്തത്, അറിയാൻ സാധിക്കാത്തത്, അല്ലെങ്കിൽ ഒരറിവിൻ്റെയും വിഷയമല്ലാത്തത്, നമുക്ക് ഇന്നതാണ് എന്ന് പറഞ്ഞ് അറിയാൻ പറ്റാത്തതാണ് അപ്രമേയം. ഭഗവാനെ അറിയാൻ ഒരു പ്രമാണം കൊണ്ടും സാധ്യമല്ല എന്നർത്ഥം. അപ്പോൾ ഒരു പ്രമാണം കൊണ്ടും സാധ്യമല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഭഗവാനെ അറിയാൻ പറ്റില്ല എന്നാണ് അതിൻ്റെ അർത്ഥം? അല്ല. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം.
നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. നമ്മൾ കണ്ടു ഒരു മനുഷ്യ മനസ്സിന് ഏതൊരു വിഷയവും മനസ്സിലാക്കണമെങ്കിൽ 5 പ്രമാണങ്ങളാണുള്ളത്. മനുഷ്യർക്ക് സാധ്യമായ ഈ പ്രമാണങ്ങൾ എല്ലാവർക്കും അവൈലബിൾ ആണ്. അതുകൊണ്ട് ഇതിനെ പൗരുഷേയ പ്രമാണങ്ങൾ എന്ന് പറയും. പുരുഷൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്നുള്ള അർത്ഥമാണ്. മനുഷ്യർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇതാണ് ഈ 5 പ്രമാണങ്ങൾ. എന്തൊക്കെയാണിത്? ആദ്യത്തേത് പ്രത്യക്ഷം, അല്ലെങ്കിൽ ഡയറക്റ്റ് നോളജാണ്. നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ വഴി നേരിട്ട് അനുഭവിച്ചറിയുന്നത്. അതായത് കണ്ണുകൊണ്ട് കാണാം, ചെവി കൊണ്ട് കേൾക്കാം, മൂക്കുകൊണ്ട് മണക്കാം, അങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങൾ കൊണ്ടും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അറിയുന്നതിനെയാണ് പ്രത്യക്ഷ നോളജ് എന്ന് പറയുന്നത്. കണ്ണുകൊണ്ട് രൂപവും ആകൃതിയും നിറവും കാണാം, ചെവി കൊണ്ട് ശബ്ദം, മൂക്കുകൊണ്ട് ഗന്ധം, ഇങ്ങനെയുള്ള വിഷയങ്ങളെ അറിയുന്നതാണ് ഈ പ്രത്യക്ഷ പ്രമാണം. ഇനി ഭഗവാനാണെങ്കിൽ ഇത്തരം യാതൊരു ഗുണവും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് നേരിട്ട് അനുഭവിക്കാൻ പറ്റില്ല, പ്രത്യക്ഷ പ്രമാണം പറ്റില്ല. അടുത്തത് അനുമാനമാണ്. പ്രത്യക്ഷത്തിൽ കണ്ടില്ലെങ്കിലും നമുക്ക് ചിലത് ഊഹിച്ചെടുക്കാം. കാരണം ഇപ്പോൾ ഒരു കാറിന്റെ ശബ്ദം കേൾക്കണം, നമ്മൾ റൂമിനകത്ത് ഇരിക്കുകയാണ്, ആരെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ പുറത്ത് കാറിന്റെ ഒരു ശബ്ദം കേട്ടു, കാർ അവിടെ നിന്ന് കതക് തുറക്കുന്നത് കേട്ടു. അപ്പം നമ്മൾ മനസ്സിലാവും ഒരു കാർ വന്നിട്ടുണ്ട്, ഓ നമ്മൾ വിചാരിച്ച ആൾ വന്നു എന്ന് നമ്മൾക്ക് തോന്നും. അതാണ് മനസ്സിലാവും. അതാണ് അനുമാനം. പുക കണ്ടിട്ട് തീ ഉണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ. ഇങ്ങനെ പ്രപഞ്ചകർത്താവെന്ന് എനിക്ക് ഭഗവാനെ അറിയാൻ ശ്രമിക്കാമെന്ന് വെച്ചാൽ അതും നമുക്ക് നല്ല ഉറപ്പില്ലല്ലോ. ഈ പ്രപഞ്ചം നമ്മൾ കാണുന്നുണ്ട്, അപ്പോൾ പ്രപഞ്ചത്തിനെ ആരെങ്കിലും സൃഷ്ടിച്ചതായിരിക്കണമല്ലോ, അതുകൊണ്ടല്ലേ നമ്മൾ കാണുന്നത്. ആ പ്രപഞ്ചത്തിനെ സൃഷ്ടിച്ചത് ഭഗവാനാണ് എന്നുള്ള ഒരു വിചാരം കൊണ്ട് നമ്മൾ ഭഗവാനെ അറിയാമെന്ന് ശ്രമിച്ചാൽ ആ കാര്യത്തിൽ നമുക്ക് യാതൊരു ഉറപ്പുമില്ല. ഈശ്വരൻ തന്നെയാണോ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത്, അതോ വേറെ വല്ലവരും ഉണ്ടോ? ഇനി ഒരു ഈശ്വരനാണോ, അതോ കുറേ ഈശ്വരന്മാർ കൂടിയിട്ടാണോ അത് ചെയ്തത്? അതോ ഇനി ഈശ്വരൻ ആർക്കെങ്കിലും കോൺട്രാക്ട് കൊടുത്തിട്ട് അവരെ കൊണ്ടുണ്ടാക്കിച്ചതാണോ? ഒന്നും നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചം ഉണ്ടായി എന്നതുകൊണ്ട് ഒരു ഈശ്വരൻ ഉണ്ടാകണം എന്നുള്ള അനുമാനവും ആ ഈശ്വരന്റെ കാര്യത്തിൽ പറ്റില്ല. ഇനി മൂന്നാമത്തെ പ്രമാണമാണ് അർത്ഥാപത്തി എന്ന് പറയുന്നത്. അതും ഇൻഫറൻസ് തന്നെയാണ്. 2 പടിയായിട്ടാണ് ഇവിടെ ഈ അനുമാനം ചെയ്യുന്നത്, അല്ലെങ്കിൽ അർത്ഥാപത്തി എന്ന് പറയും. ഇപ്പൊ നമ്മളൊരു ചിമ്മിനിയിൽ കൂടെ പുക വരുന്നത് കാണുമ്പം ആദ്യം പുക ഉള്ളതുകൊണ്ട് തീ ഉണ്ടെന്ന് ഊഹിക്കും. അത് കഴിഞ്ഞിട്ട് അത് ഒരു അടുക്കളയുടെ ചിമ്മിനിയിൽ കൂടിയാണ് പുക വരുന്നത്, അപ്പോൾ പിന്നെ അവിടെ എന്തെങ്കിലും കുക്ക് ചെയ്യായിരിക്കും. അതാണ് അടുത്ത പടി, അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഇങ്ങനെ 2 സ്റ്റെപ്പിൽ കൂടെ ഒരു വസ്തുവിനെ മനസ്സിലാക്കുന്നതിനാണ് അർത്ഥാപത്തി എന്ന് പറയുന്നത്. ഇനി അർത്ഥാപത്തിയും അനുമാനവും രണ്ടും നമുക്ക് ഒരു പ്രത്യക്ഷ പ്രമാണം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. കാരണം ഇതെല്ലാം നമുക്ക് ഊഹിക്കണമെങ്കിൽ ഈ ഒരു സംഭവം നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടാവണം. ഒരു കാറും ആ കാറിന്റെ ഒച്ചയും കേട്ടിട്ടുണ്ടെങ്കിലേ നമുക്ക് ആ ഒച്ച കേൾക്കുമ്പോൾ കാറാണെന്ന് അറിയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ തീയും പുകയും ഒരുമിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പുകയുണ്ടെങ്കിൽ തീ ഉണ്ടെന്ന് അനുമാനിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അടുക്കളയിൽ എന്തെങ്കിലും കുക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് അറിയാമെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള ഒരു അനുമാനവും പറ്റുള്ളൂ. അപ്പോൾ ഭഗവാന്റെ കാര്യത്തിൽ ഈ അർത്ഥാപത്തിയും സാധ്യമല്ല. ഇനി അടുത്തത് ഉപമാനമാണ്. അതിന് അറിയാവുന്ന ഒരു വസ്തുവിനെ ഉപമയാക്കിക്കൊണ്ട് മറ്റൊന്നിനെ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരാളോട് പറയുകയാണ്, നമ്മൾ കാട്ടുപോത്തിനെ പറ്റി പറയുകയാണ്, അയാൾ ബൈസൺ അല്ലെങ്കിൽ കാട്ടുപോത്തിനെ കണ്ടിട്ടില്ല, അയാൾക്ക് അറിയില്ല. അപ്പം നമ്മൾ അയാളോട് പറയുകയാണ്, ഇതൊരു വലിയൊരു പോത്തിനെ പോലെ ഇരിക്കും. പോത്തിനെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ, തിന്നിട്ടും ഉണ്ടാവും പലരും. പക്ഷെ ഇത് കുറച്ചുകൂടെ വലിയൊരു പോത്താണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പോത്തിനെ ഉപമയായിട്ട് എടുത്തുകൊണ്ട് കാട്ടുപോത്തിനെ പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഭഗവാനെ നമുക്ക് അങ്ങനെ പരിചയപ്പെടുത്താൻ പറ്റുമോ? പറ്റില്ല. കാരണം ഭഗവാനല്ലാതെ മറ്റൊരു വസ്തു ഇല്ല ലോകത്തിൽ. ഈ കാണുന്ന ലോകം മുഴുവൻ ഭഗവാൻ തന്നെയാണ്. അപ്പോൾ ഭഗവാന് ഉപമയായിട്ട് പറയാൻ വേറെ ഒന്നുമില്ല. ആ പറയുന്നത് ഭഗവാൻ തന്നെ ആയിരിക്കണം. പിന്നെ അത് തന്നെയല്ല,
ഇതിനെ ഇപ്പം നമുക്ക് മറ്റെന്തിനോടെങ്കിലും ഉപമിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഭഗവാനെ കണ്ടിട്ടുണ്ടാവും. അതായത് അതിന് ഭഗവാൻ എന്തെങ്കിലും അവയവങ്ങളോ ഭാഗങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. യാതൊരു അവയവങ്ങളോ ഭാഗങ്ങളോ പാർട്സ് ഒന്നുമില്ലാത്തവരെന്നതിനെ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഭഗവാൻ നിർഭാഗനാണ്, അല്ലെങ്കിൽ നിരവയവനാണ്. അതുകൊണ്ട് തന്നെ മറ്റെന്തെങ്കിലുമായി താരതമ്യപ്പെടുത്താൻ ഒരു ഭാഗവുമില്ല ഭഗവാന്. അതുകൊണ്ട് ഉപമാനവും സാധ്യമല്ല. അടുത്തതായിട്ട് ഇനി അനുപലബ്ധിയാണ്. ഇത് ഒരു പ്രത്യേകതരം പ്രമാണമാണ്. ഒരു വസ്തുവിന്റെ ഇല്ലായ്മയെക്കുറിച്ചുള്ള അറിവാണ് അനുപലബ്ധി എന്ന് പറഞ്ഞാൽ. ഇപ്പം നമ്മുടെ മുറിയിൽ ഒരു ആനയില്ല, എൻ്റെ മേശപ്പുറത്ത് ഒരു ആന ഇല്ല കേട്ടോ എന്ന് പറയുകയാണെങ്കിൽ അവിടെ ആനയെക്കുറിച്ച് ആന ഇല്ല എന്നുള്ള അറിവാണ് കൊടുക്കുന്നത്. ആ ഇല്ലായ്മയെ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു വസ്തുവിന്റെ അഭാവം അറിയാനായിട്ടാണ്, അതായത് ഇല്ല എന്നറിയാനായിട്ടാണ് അനുപലബ്ധി ഉപയോഗിക്കുന്നത്. എന്നാൽ ഭഗവാനാണെങ്കിൽ അഭാവം അല്ല, ഇല്ലാത്തൊരു വസ്തു അല്ല ഭഗവാൻ. ഇല്ലാത്തൊരു വസ്തുവിനെ നമുക്ക് ഇല്ല എന്ന് പറയാൻ പറ്റുള്ളൂ. ഭഗവാൻ എപ്പോഴും എല്ലായിടത്തും ഉള്ള വസ്തുവാണ്. ഇല്ലാത്ത ഒരു വസ്തുവിനെ അറിയാൻ അനുപലബ്ധി സഹായിക്കാം. പക്ഷേ ഉള്ള ഒരു വസ്തുവിനെ കുറിച്ച് നമുക്ക് ആ പ്രമാണം ഉപയോഗിച്ച് പറയാൻ പറ്റില്ല. അത് തന്നെയല്ല, ഇല്ലാത്തൊരു വസ്തുവിനെ അറിയണമെങ്കിൽ, അവിടെ ഒരു വസ്തു ഇല്ല എന്നറിയണമെങ്കിൽ ആ അറിവിനെയും പ്രകാശിപ്പിക്കുന്ന ഒരു ചൈതന്യം വേണം. ഇപ്പം നമ്മളൊരു മുറിയിൽ പോയി നോക്കിയിട്ട് പറയുന്നു അവിടെ ആരും ഇല്ല കേട്ടോ, ആ മുറിയിൽ ആരുമില്ല. ആരുമില്ല എന്ന് നമ്മളെങ്ങനെ അറിയുന്നത്? അത് കാണാൻ നമ്മൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ആരുമില്ല എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പം ആ ആരുമില്ല എന്ന് ഉള്ളത് അറിയുന്ന ഒരാളുണ്ടെങ്കിലേ അനുപലബ്ധിയെ സാധ്യമാകുള്ളൂ. അപ്പൊ ഭഗവാനെ ഇല്ല എന്ന് പറഞ്ഞാൽ ഭഗവാൻ നമ്മുടെ ഉള്ളിലും ഉള്ള ആ ചൈതന്യമാണ് ഭഗവാൻ. ആ ചൈതന്യത്തിന്റെ സഹായത്തോടെ മാത്രമേ നമുക്ക് ഇല്ല എന്നും പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യം ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ അനുപലബ്ധി എന്ന് പറഞ്ഞ പ്രമാണവും ഭഗവാന്റെ കാര്യത്തിൽ പറ്റില്ല. അങ്ങനെ പൗരുഷേയമായ ഒരു പ്രമാണവും ഭഗവാനെ മനസ്സിലാക്കാൻ സഹായിക്കില്ല. അതുകൊണ്ടാണ് ഭഗവാൻ അപ്രമേയനാണെന്ന് പറഞ്ഞത്. ഇനി നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഇല്ലാഞ്ഞിട്ടാണോ അത്? അല്ലെങ്കിൽ പിന്നെ ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിനാ ഇതൊക്കെ പഠിക്കുന്നത്? അതിനാണ് ശാസ്ത്രങ്ങൾ ഉള്ളത്. നമ്മുടെ ഉപനിഷത്തുകളും വേദങ്ങളും അതുപോലെയുള്ള പുരാണങ്ങളും എല്ലാം ഭഗവാനെ നമുക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയുള്ളതാണ്. ഇവയൊന്നും മനുഷ്യ മനസ്സിൽ നിന്നും വന്നതല്ല. വേദങ്ങളെ അപൗരുഷേയമാണ്, ഭഗവാന്റെ സൃഷ്ടിയാണ്. അതുകൊണ്ട് തന്നെ അപൗരുഷേയ പ്രമാണങ്ങൾ എന്നാണ് അതിന് പറയുന്നത്. ഇതെല്ലാം വാക്യരൂപത്തിലാണ്, ഒന്നുകിൽ എഴുതിയിട്ടുണ്ടാവും അല്ലെങ്കിൽ പറഞ്ഞു കേട്ട് പഠിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് വാക്യരൂപത്തിലുള്ളതിനെ ഇതിനെ ശബ്ദപ്രമാണം എന്നും പറയാം. ഇനി ഒരു സഗുണ രൂപത്തിലുള്ള ഭഗവാനെ, അതായത് ഒരു ശിവനോ വിഷ്ണുവോ അല്ലെങ്കിൽ സുബ്രഹ്മണ്യനോ ഗണപതിയോ അങ്ങനെയുള്ള ഒരു ഭഗവാനെ നമുക്ക് വിസ്തരിക്കാൻ പറ്റും. കേശാദിപാത വർണ്ണനയും ഭഗവാന്റെ മഹത്വവും ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. ആ ഭഗവാൻ ഒരു ഭഗവാൻ ഉണ്ടെന്നും ആ ഭഗവാൻ തന്നെയാണ് പ്രപഞ്ച രൂപത്തിൽ കാണപ്പെടുന്ന എല്ലാം ഭഗവാൻ തന്നെയാണെന്നും ശാസ്ത്രം പറയുന്നുണ്ട്. അത് നമുക്ക് ശാസ്ത്രം വഴി പഠിക്കാം. പ്രപഞ്ചത്തിന്റെ ഉപാദാന കാരണവും നിമിത്ത കാരണവും ഭഗവാൻ തന്നെയാണ്. അതായത് പ്രപഞ്ചം ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന വസ്തുവും ഉണ്ടാക്കിയിരിക്കുന്ന ആളും ഭഗവാൻ തന്നെയാണ്. ഒരു എട്ടുകാലി തൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്ന നൂലുകൊണ്ട് വല നെയ്യുന്നത് പോലെ അതിൻ്റെ നിർമ്മാണ വസ്തുവും നിർമ്മാതാവും ഒന്ന് തന്നെയാണ്, ഭഗവാൻ തന്നെയാണ് പ്രപഞ്ചത്തിന്റെ കാര്യത്തിൽ. ഇത് ശാസ്ത്രം പറഞ്ഞ് നമുക്ക് അറിയാം. ഇത് ശാസ്ത്രം പറയുന്നതിനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ നിരാകരിക്കാനോ മറ്റു ഒരു പ്രമാണവും ഇല്ല. നമുക്ക് ഒരു പ്രമാണം കൊണ്ടും അത് ശാസ്ത്രം പറയുന്നത് ശരിയാണെന്നും പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ തെറ്റാണെന്നും പറയാൻ പറ്റില്ല. നമ്മൾ ശാസ്ത്രം വഴി അറിയുക, അത്രയേ ഉള്ളൂ. പക്ഷെ ഒരു നിർഗുണ ബ്രഹ്മനെ എങ്ങനെ അറിയും? ഈ സഗുണ ബ്രഹ്മനെ എന്തെങ്കിലും ഒരു ഗുണവും വിശേഷണങ്ങളും മഹത്വങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റുന്നത്. നിർഗുണ ബ്രഹ്മം യാതൊരു വിശേഷണങ്ങളും ഇല്ല,
ഒരു അതിശയം എന്ന് ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി ആണ്, ആട്രിബ്യൂട്ട്സ് ആണ്. അങ്ങനെ ഒരു ആട്രിബ്യൂട്ടോ ഒരു വിശേഷണമോ ഒന്നും ഇല്ലെങ്കിൽ ശാസ്ത്രത്തിനും ഭഗവാനെ കുറിച്ച് പറയാൻ പറ്റില്ല. തൈത്തിരീയ ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നത് യഥോ വാചോ നിവർത്തന്റെ അപ്രാപ്യ മനസാ സഹ. എവിടെ നിന്നാണോ ഒന്നും അറിയാൻ പറ്റാതെ മനസ്സുകളും വാക്കുകളും പോലെ തിരിച്ചു വരുന്നത്, അതാണ് ഭഗവാൻ. അതായത് ഭഗവാനെ കുറിച്ച് അറിയാനായിട്ട് മനസ്സുകളും അത് പറയാനായിട്ട് വാക്കുകളും ഒക്കെ കൂടെ തന്നിട്ട് എന്താണ് ഭഗവാൻ എന്നുള്ളത് അറിയാൻ പറ്റാതെ എല്ലാം തിരിച്ചു പോകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് വാക്കുകൾ കൊണ്ടൊന്നും പറയാൻ പറ്റാത്തത്? അതിന് വേറൊരു റീസൺ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു വാക്ക് ഉപയോഗിക്കണമെങ്കിൽ അതിന് ആ ഒരു വസ്തുവിന് 5 വിധത്തിലുള്ള വിശേഷണങ്ങളിൽ ഏതെങ്കിലും ഒന്നുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ഒരു വാക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഒരു വാക്ക് മീനിങ് ഫുൾ ആകണമെങ്കിൽ അതിന് 5 കണ്ടീഷൻസ് ഉണ്ട്. 5 കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ 5-ൽ ഏതെങ്കിലും ഒന്നായിട്ട് മാത്രമേ നമുക്ക് വാക്കുകളെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിൽ ആദ്യം ജാതി. ജാതി എന്ന് പറഞ്ഞാൽ വർണ്ണവ്യവസ്ഥയല്ല പറയുന്നത്, ഒരു വർഗം. ഇപ്പോൾ മനുഷ്യൻ, പശു, മരം തുടങ്ങിയവയൊക്കെ ഓരോ ജാതിയാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു വർഗമുണ്ടെങ്കിൽ നമുക്ക് ആ വർഗത്തിൽപ്പെട്ട ഒരു മനുഷ്യനാണ്, അല്ലെങ്കിൽ ഇതൊരു മൃഗമാണ്, ഒരു കാളയാണ് എന്നൊക്കെ പറയാൻ പറ്റും. അതാണ് ജാതി. അത് ഏതെങ്കിലും ഒരു വസ്തുക്കളെ കാണിക്കുന്നതാണ്. അടുത്ത് ഗുണമാണ്. ഗുണം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ വിശേഷിപ്പിക്കുന്നത്. ചുവന്ന റോസ്, റെഡ് റോസ്, അല്ലെങ്കിൽ നല്ല ഹൈറ്റുള്ള ഒരു മനുഷ്യനാണ്, അല്ലെങ്കിൽ വയസ്സായ ഒരു കാള, തടിച്ച കുതിര, അങ്ങനെ എന്തെങ്കിലും ഒരു വസ്തുവിനെ വിശേഷിപ്പിക്കുന്ന ഗുണങ്ങളെ നമുക്കൊരു വാക്കുകൊണ്ട് പറയാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ ഇത് എന്തെങ്കിലും ഒരു സംബന്ധമുണ്ടായിരിക്കും, അല്ലെങ്കിൽ ബന്ധമുണ്ടായിരിക്കും. നമ്മളിപ്പം അച്ഛൻ, അമ്മ, ഫ്രണ്ട്, സുഹൃത്ത് എന്നൊക്കെ പറയുന്ന എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പിനെ കാണിക്കാനാണ്. അവിടെയും നമുക്കൊരു വാക്ക് ഉപയോഗിക്കാം. പിന്നെ ഉള്ളത് ക്രിയ ആണ്. അതായത് ഒരു തൊഴിൽ, ഡ്രൈവർ, പാചകക്കാരൻ, കുക്ക്, ടീച്ചർ, അധ്യാപകൻ എന്നൊക്കെ ഒരു ക്രിയയെ അനുബന്ധിച്ച് നമുക്കൊരു വാക്ക് ഉപയോഗിച്ച് ഒരാളെ കുറിച്ച് പറയാൻ പറ്റും. അടുത്തത് റൂഢി എന്നുള്ളതാണ്. റൂഢി എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് നമ്മൾ ഇട്ടുകൊടുക്കുന്ന പേര്. അതായത് നമ്മുടെ മക്കൾക്കൊക്കെ പേരിടുമല്ലോ, രാമൻ, കൃഷ്ണൻ, അല്ലെങ്കിൽ അർജുനൻ, ഇങ്ങനെ തുടങ്ങിയ എന്തെങ്കിലുമൊക്കെ പേരിട്ട് കഴിഞ്ഞാൽ അത് ഒരു വ്യക്തിയെ കാണിക്കുന്ന ഒരു നാമമാണ്. അപ്പൊ ഇങ്ങനെ 5 കാര്യങ്ങളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വാക്ക് നമുക്ക് മീനിങ് ഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ ഈശ്വരൻ ഇതിനെല്ലാം ഉപരിയാണ്. ഈശ്വരനെ ഈ യാതൊരു ഗുണങ്ങളും ഇല്ല, ഇതില് ഒന്നും തന്നെ ഈശ്വരനെ ബാധിക്കാത്തതായതുകൊണ്ട് ഒരു വാക്കുകൊണ്ടും ഈശ്വരനെ വിവരിക്കാൻ പറ്റില്ല. അതാണ് ഭഗവാൻ അപ്രമേയനാണ് എന്ന് പറയുന്നത്. ശാസ്ത്രം വഴിയും ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റില്ല എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ ശാസ്ത്രം അപ്രയോജനമാവില്ലേ? പിന്നെ എന്തിനാ ഈ ശാസ്ത്രമൊക്കെ, വേദങ്ങളും ഉപനിഷത്തുകളൊക്കെ എന്തിനാ എഴുതി വെച്ചിരിക്കുന്നത്? നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, ഭഗവാനെ അറിയാൻ പറ്റില്ല. അതുകൊണ്ട് പിന്നെ എന്താ അതുകൊണ്ടുള്ള പ്രയോജനം? നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പൗരുഷേയ പ്രമാണങ്ങൾ വഴി അറിയാൻ സാധ്യമല്ല എന്ന് മാത്രമേ അപ്രമേയം എന്നുള്ളതിന് അർത്ഥമുള്ളൂ. ശാസ്ത്രം കൊണ്ട് അറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ശാസ്ത്രം നമ്മളെ ഭഗവാൻ ഇന്നതാണ് എന്ന് പറയുകയല്ല ചെയ്യുന്നത്. എന്താണ് ഭഗവാൻ? ഭഗവാൻ എന്ന് പറയുന്ന പ്രകാശ സ്വരൂപനായ ഭഗവാനാണ്. അതായത് സെൽഫ് എഫൾജന്റ് ആണ്, സ്വയം പ്രകാശമാനമാണ്. ഭഗവാനെ പ്രകാശിപ്പിക്കാൻ മറ്റൊരു വാക്കിൻ്റെയോ മറ്റൊരു പ്രമാണത്തിൻ്റെയോ ആവശ്യമില്ല. കത്തി നിൽക്കുന്ന സൂര്യനെ കാണാൻ നമുക്കൊരു ടോർച്ച് ലൈറ്റിന്റെ ആവശ്യമില്ലല്ലോ. അതുപോലെ എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്ന, അല്ലെങ്കിൽ എല്ലാത്തിനെയും അറിയിച്ചു തരുന്ന ഈ ചൈതന്യത്തിനെ മറ്റൊരു പ്രമാണം ഉപയോഗിച്ച് നമുക്ക് വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഇത് എല്ലാ പ്രമാണങ്ങളുടെയും സാക്ഷിയായി, പ്രമാണാദി സാക്ഷി, എപ്പോഴും എല്ലാ പ്രമാണങ്ങളെയും പ്രമാതാവിനെയും പ്രമേയത്തെ തന്നെയും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശാസ്ത്രങ്ങൾ എങ്ങനെയാണ് നിർഗുണം സ്വരൂപനായ ഭഗവാനെ കാണിച്ചിരുന്നത്? ഭഗവാൻ സത്യം, ജ്ഞാനം, അനന്തം ബ്രഹ്മനാണ്. അതായത് പരമാത്മാവാണ് എന്ന് ശാസ്ത്രം പറയുന്നു. ഈ നിർഗുണ നിരാകാര ബ്രഹ്മനെ പരോക്ഷമായി കാണിച്ചിരിക്കുകയാണ്.
എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇതൊരു കുതിരയാണ്, ഇതൊരു കാളയാണ് എന്ന് പറഞ്ഞു തരുന്ന പോലെ കാണിക്കുകയല്ല. അധ്യസ്ഥ അതധ്രുവ നിവർത്തകത്വേന എന്നാണ് ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ബ്രഹ്മനിൽ, സത്യമായ ആത്മാവില് നമ്മൾ അജ്ഞാനം കൊണ്ട് ആരോപിക്കപ്പെട്ടതായ എല്ലാത്തിനെയും നിരാകരിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാത്തിനെയും അല്ല അല്ല എന്ന് പറയുന്നതാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ശേഷിക്കുന്നത് ആത്മാവാണ്, അല്ലെങ്കിൽ ബ്രഹ്മനാണ് എന്നാണ് ശാസ്ത്രങ്ങൾ പറഞ്ഞു തരുന്നത്. ഇതിനെയാണ് നേതി നേതി എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ നമ്മുടെ ശരീരം എടുക്കുകയാണെങ്കിൽ, ഈ ഫിസിക്കൽ ബോഡി, ഭൗതിക ശരീരം ഞാനല്ല, ശരീരത്തിനെ ഞാൻ അറിയുന്നതാണ്. അതുകൊണ്ട് ശരീരം ഞാനല്ല. പിന്നെ ശരീരം കഴിഞ്ഞിട്ട് മനസ്സ് ഞാനല്ല, ബുദ്ധി ഞാനല്ല. അങ്ങനെ ഓരോന്നിനെയായിട്ട് അല്ല അല്ല, നാ ഇതി, നേതി നേതി എന്ന് പറഞ്ഞ് അവസാനം അവശേഷിക്കുന്നത് ശൂന്യമാണെന്ന് തോന്നുന്നു നമുക്ക്. പക്ഷെ ആ ശൂന്യത്തിനെയും അറിയുന്ന സാക്ഷി ചൈതന്യമാണ് ബാക്കി നിൽക്കുന്നത്. അതാണ് നമ്മുടെ ആത്മാവ്, അല്ലെങ്കിൽ അതാണ് ബ്രഹ്മൻ. ഇതാണ് ശാസ്ത്രം പറയുന്ന വിധി. ശാസ്ത്രം അനുസരിച്ച് ഭഗവാനെ കാണിച്ചിരുന്നത് ഇങ്ങനെയാണ്. സ്വയം പ്രകാശമായ ചൈതന്യമാണ് ഭഗവാൻ. അതിനെ അറിയാൻ പൗരുഷേയമായ പ്രമാണങ്ങൾ കൊണ്ട് സാധിക്കില്ല. ഈ പ്രമാണങ്ങൾ കൊണ്ട് അറിയുന്ന എല്ലാത്തിനെയും നിരാകരിച്ച് ശേഷിക്കുന്ന വസ്തുവാണ് ഈശ്വരൻ എന്ന് പറയുന്നതാണ് ശാസ്ത്രം. അപ്പൊ അതാണ് ശാസ്ത്രത്താൽ മാത്രം അറിയാൻ പറ്റുന്ന അപ്രമേയനാണ് ഭഗവാൻ. ഇതാണ് ഈ വാക്കിന്റെ അർത്ഥം. അടുത്ത നാമം നമുക്ക് അടുത്ത പാട്ടിൽ കാണാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.